നമസ്കാരം. നന്ദഗോവിന്ദ ഭജൻ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ കൂടി ചെയ്യരുതേ എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാതെ ചില നവസംഖ്യകൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ഹിന്ദു വിരുദ്ധനാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതുകൊണ്ട് അവരെന്തെങ്കിലും ചിന്തിക്കട്ടെ, അവരവരുടെ വഴിക്ക് പോകട്ടെ എന്നോർത്ത് വിടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അമ്പലത്തിൽ പോയി ക്രിസ്തീയ ഗാനം പാടണം, അത് മഹത്തായ നവോത്ഥാനമാണ് എന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതൊന്നും ഒരു വലിയ വിഷയമായി പോലും കരുതുന്നയാളല്ല ഞാൻ. മതേതരത്വത്തിൻ്റെ പ്രതീകമാകാൻ അമ്പലങ്ങൾ മാത്രം വിധിക്കപ്പെടുന്നതൊന്നും ശരിയല്ല എന്ന് പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എന്നാൽ ഈ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയാൻ കാരണം, നന്ദഗോവിന്ദ ഭജനെതിരെ കുരുപൊട്ടിയിരുന്ന കുറേ ആളുകളുണ്ട്. അവർ ഹിന്ദു വിരുദ്ധരായിരുന്നു. കാരണം നന്ദഗോവിന്ദ ഭജൻ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പുണ്ട്, ഒരു സ്പിരിച്വൽ ഏകതയുണ്ട്. അതിൽ ഭയപ്പെട്ട് ഇത് പിന്നീട് സംഘപരിവാർ മുതലെടുക്കും എന്ന് പേടിച്ച് ഇതിനെതിരെ സംഘടിതമായി നീക്കം നടത്തിയിരുന്ന കുറേ ആളുകളുണ്ട്, ഹിന്ദു വിരുദ്ധർ. അവരിതിൻ്റെ പേരിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് അടിച്ചു പിരിഞ്ഞു പോയാൽ ഗുണമാണ് എന്ന് അവർ സന്തോഷിച്ച് അവരിത് മുതലാക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു എൻ്റെ വിഷയം. മാത്രമല്ല, ഇതിൻ്റെ പേരിൽ RSS അനാവശ്യമായി പ്രതിസ്ഥാനത്താവുന്നു. വാസ്തവത്തിൽ RSSന് ഇതിലൊരു റോളുമില്ല, RSSൽ ഒരു പങ്കുമില്ല. ഇപ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെ നന്ദകുന്തിരിക്കം എന്ന് പേരിട്ടത്. അദ്ദേഹം RSSുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് RSSലെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ എന്നെ അറിയിച്ചു. RSSുമായി ഒരു ബന്ധവുമില്ല. ഇവരൊക്കെ വാസ്തവത്തിൽ ചില നവസംഖ്യകളാണ്. അവർക്ക് RSSുമായോ BJPയുമായോ സംഘപരിവാറുമായോ ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. അവരൊക്കെ ആവേശ കമ്മിറ്റിക്കാരാണ്. അവരൊന്നും ഇതിൻ്റെ വസ്തുതകൾ അറിയാതെ ചാടി ഇറങ്ങുന്നവരാണ്. അവരുണ്ടാക്കുന്ന ഡാമേജ് ഹിന്ദു സമൂഹത്തിനാണ്, ഹിന്ദു വിശ്വാസത്തിനാണ്. ഇതവർ മനസ്സിലാക്കുന്നില്ല. നോക്കൂ, ഇന്നലെ കവി കുരീപ്പുഴ ശ്രീകുമാർ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഹളമുണ്ടാവുന്നു, തടയുന്നു. അനാവശ്യമായ വിവാദമാണ്. അതിൻ്റെ പേരിൽ ഓരോ വിവാദവും ഹിന്ദു വിരുദ്ധർ ആഘോഷിക്കും. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം RSSൻ്റെയും സംഘപരിവാറിൻ്റെയും തലയിൽ വയ്ക്കുമെന്ന് പോലും ഈ നവസംഖ്യകൾക്കറിയില്ല. അത് ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ എന്തൊരു പുകിലാണ്. അധീന ഭാരതി എന്നു പേരുള്ള യുവമോർച്ച നേതാവ് അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അതേപടി ഞാൻ ഷെയർ ചെയ്തു. പിന്നീട് അവർ അത് വിവാദമായപ്പോൾ അത് എഡിറ്റ് ചെയ്തു. ആ എഡിറ്റ് ചെയ്തിട്ട് പറയുകയാണ് ഞാൻ മുഴുവൻ പോസ്റ്റും ഇട്ടില്ല എന്ന്. വാസ്തവത്തിൽ അവരിട്ട പോസ്റ്റ് അതേപടി ഇട്ടതാ. പിന്നീട് അവർ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ചേർത്തത് ഞാൻ എന്ത് ഉത്തരവാദിയാവും? എന്നിട്ട് ഈ അധീന എനിക്കെതിരെ പോസ്റ്റ് ഇടുന്നു. അതിനിടയിൽ വന്ന് കുറേയധികം പേർ എന്നെ തെറി വിളിക്കുന്നു. ആരാണ് തെറി വിളിക്കുന്നത്? നവസംഖ്യകൾ. ഈ നവസംഖ്യകൾ യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിന്, ഹിന്ദു സമാജത്തിനുണ്ടാക്കുന്ന ഡാമേജ് അവർ തിരിച്ചറിയുന്നില്ല. ഇതിൻ്റെ ദുഷ്പേര് പലപ്പോഴും RSSനും സംഘപരിവാറിനുമാണ്. RSS ഒന്നിനും പ്രതികരിക്കാറില്ല, ഒരു വിവാദത്തിന് മറുപടി കൊടുക്കാറില്ല. പലപ്പോഴും ഇത്തരം നവസംഖ്യകൾ കഥയറിയാതെ ആട്ടം കാണുമ്പോൾ അവർ വലിയ കുഴപ്പത്തിലേക്ക് ചാടുന്നു. ഇതേക്കുറിച്ചൊന്നും ആർക്കും പറയാൻ ധൈര്യമില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഞാൻ ഇങ്ങനൊരു വീഡിയോ കൂടി ചെയ്യാൻ കാരണം, യാദൃച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കണം. അത് കേട്ടാൽ മാത്രമേ ഈ വിഷയത്തിൽ ആർക്കെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറൂ എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞ കുറിപ്പിലേക്ക് കിടക്കുന്നത്. ഈ കുറിപ്പ് എഴുതിയിരിക്കുന്ന ഒരു അരുൺ സോമനാഥ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകൾ നോക്കുമ്പോൾ അദ്ദേഹം ഹിന്ദുപക്ഷത്ത് നിന്ന് തന്നെയാണ് ഇത്തരം കുറിപ്പുകൾ എഴുതുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത്. ദയവായി ഇത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ നിലപാടുണ്ടെങ്കിൽ. നന്ദഗോവിന്ദ ഭജൻസിനെതിരെ ഇപ്പോൾ നടക്കുന്ന അന്ധമായ ആക്രമണങ്ങൾക്കും കോലാഹലങ്ങൾക്കും പിന്നിലെ യാഥാർത്ഥ്യം അന്വേഷിച്ചാൽ നാം ചെന്നെത്തുക ഒരൊറ്റ നുണയിലായിരിക്കും. ഹിന്ദുക്കളുടെ കാശും വാങ്ങി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെച്ച് അവർ ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്ന ആസൂത്രിതമായ നുണ. പരിപാടി ക്ഷേത്രത്തിന് പുറത്തായിരുന്നുവെന്നും ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി അവർ സൗജന്യമായി ചെയ്തതാണെന്നും ക്ഷേത്രസമിതിക്കാർ തന്നെ വ്യക്തമാക്കിയതോടെ ആ വാദം അമ്പെ പൊളിഞ്ഞു. നിർഭാഗ്യവശാൽ ഉത്തരവാദിത്തപ്പെട്ട പലർ പോലും പ്രതികരിച്ചത് ഈ നുണയെ മുൻനിർത്തിയാണ്. സത്യാവസ്ഥ പുറത്തു വന്നിട്ടും വ്രണപ്പെട്ട ഈഗോ കാരണം അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ ഇപ്പോഴും ന്യായീകരണങ്ങളുമായി രംഗത്തുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, എതിർപ്പിൻ്റെ സ്വഭാവം. ഇതിനെ എതിർത്തതും തെറി വിളിച്ചതുമൊക്കെ അവിടെ കൂടി ആ പാട്ട് കേട്ട ആൾക്കാരോ ആ നാട്ടിലെ RSSകാരോ അല്ല. നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പോപ്പുലാരിറ്റി ഇഷ്ടപ്പെടാത്ത ചിലർ അവരുടെ റീലുകൾ കണ്ട് തുടക്കമിട്ട തെറിവിളിയാണിത്. വേടനെതിരെ മാത്രം നന്ദഗോവിന്ദ ഭജൻസ് തങ്ങളുടേതായി കൊണ്ടു നടന്നവർക്ക് നന്ദകുന്തിരിക്കം ഭജൻസ് എന്ന് കേൾക്കുന്നത് പ്രശ്നമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 2, സ്വയം കെട്ടിപ്പടുത്ത ബ്രാൻഡ്. നന്ദഗോവിന്ദം എന്ന ബ്രാൻഡ് അവർ സ്വയം സൃഷ്ടിച്ചതാണ്. ആയിരക്കണക്കിന് ഭജന സംഘങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അവർക്ക് മാത്രം ഇത്ര സ്വീകാര്യത ലഭിക്കാൻ കാരണം പരമ്പരാഗത ശൈലികളെ ആധുനികതയുമായി കൂട്ടിയിണക്കിയ അവരുടെ പ്രോഗ്രസീവ് ഫ്യൂഷൻ രീതിയാണ്. തങ്ങളുടെ ചെലവിലാണ് അവർ വളർന്നത് എന്ന് വാദിക്കുന്നവർ
എന്തുകൊണ്ട് ഇത്രയും കാലം മറ്റു സംഘങ്ങളെ ഇങ്ങനെ വളർത്തിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. 3, മാറിയ ഭജന ഫോർമാറ്റ്. ക്ഷേത്രത്തിനുള്ളിൽ നടത്തി എന്ന ആദ്യത്തെ നുണ പൊളിഞ്ഞപ്പോൾ അവർ ഭജൻസ് എന്ന പേര് ഉപയോഗിക്കുന്നതാണ് ചിലരുടെ പുതിയ പ്രശ്നം. ഗണപതി സ്തുതിയിൽ തുടങ്ങി മംഗളത്തിൽ അവസാനിക്കുന്ന ക്ലാസിക്കൽ ഭജൻസ് ഫോർമാറ്റിൽ നിന്നും അകന്ന് ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൺസേർട്ട് അനുഭവമാണ് അവർ ഇതുവരെ നൽകിയത്. അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ ആകർഷണം. ഇത്രയും കാലം ഈ വ്യത്യസ്തത ആസ്വദിച്ചവർക്ക് ഇപ്പോൾ മാത്രം ആ പേര് എങ്ങനെ ഒരു അസ്വസ്ഥതയായി മാറി എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ വിവാദങ്ങൾക്ക് പിന്നിലെ അസൂയ പൂണ്ട ചില ആധ്യാത്മിക കച്ചവടക്കാരുടെ കൃത്യമായ അജണ്ടയുണ്ട്. ഈ വിവാദങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിച്ച ആത്യന്തികമായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് യുക്തിസഹമായി ചിന്തിച്ചു നോക്കാം. ഒന്ന്, RSSൻ്റെ വികൃതമാക്കപ്പെടുന്ന മുഖം. RSS എന്ന പ്രസ്ഥാനം ഒരു അതിഭീകര വർഗീയ സംഘടനയാണെന്ന ആഖ്യാനമാണ് ഇവിടെ ബലപ്പെട്ടത്. യഥാർത്ഥത്തിൽ RSS വിരുദ്ധരായ ചിലർ ഹിന്ദുധർമ്മ പോരാളികളായി വേഷം കെട്ടി നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഹൈന്ദവ താലിബാൻ വാദങ്ങൾക്ക് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. RSS അനാവശ്യമായി പ്രതിക്കൂട്ടിലാവുന്നു. 2, പൊതുസമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ. ഈ വിദ്വേഷ പ്രചാരകരുടെ നാവുകളെ RSSൻ്റെ നാവായി പൊതുസമൂഹം തെറ്റിദ്ധരിക്കുന്നു. ഓൺലൈനിൽ കുരുപൊട്ടിക്കുന്നവരുടെ വാദങ്ങളെല്ലാം ചില തൽപരകക്ഷികൾ പടച്ചുവിടുന്ന നുണകളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്നിലും പ്രതികരിക്കാത്ത സംഘടന ഇതും വാങ്ങിപ്പിടിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന RSSന് മുകളിലെ ഈ വർഗീയ പ്രതീതി നിർമ്മാണം അവരിൽ നിന്ന് ക്രിയാത്മകമായി ചിന്തിക്കുന്നവരെ അകറ്റുകയും വർഗീയമായി മാത്രം ചിന്തിക്കുന്നവരെ അടുപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ അനന്തരഫലം അത്ര ആശ്വാസകരമല്ല. RSS യഥാർത്ഥത്തിൽ RSS എന്താണോ അതല്ല എന്ന തരത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറയുന്നു. 3, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭാവി. ഈ അടുത്ത കാലം വരെ നന്ദഗോവിന്ദം ഭജൻസിനെ പണിയാൻ കാത്തുനിന്ന സംഘവിരുദ്ധരെല്ലാം സംഘികൾക്കെതിരെ അവർക്ക് കൂടുതൽ പരിപാടികൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സാമ്പത്തികാഭിവൃദ്ധിക്ക് കാരണമാകും. ഈ ഹിന്ദുവികാരം പൊട്ടിക്കുന്നവർക്കൊന്നും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്ര സമിതികളിലും സ്വാധീനമില്ല. അവരൊക്കെ ഇനിയും ഇവരെ പാടാൻ വിളിക്കും. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അവർ ഹൈന്ദവ സ്തുതികളും സിനിമയിലെ ഹൈന്ദവ ഗാനങ്ങളും ഇനിയും വീറോടെ പാടും. മതിൽക്കെട്ടിന് പുറത്തുള്ള പരിപാടികളിൽ ഇതിലും ശക്തിയായി അവർ ഇനിയും ഇതര മതഭക്തിഗാനങ്ങൾ പാടും. തീവ്രന്മാർക്ക് എന്തു ചെയ്യാൻ പറ്റും? ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കരഞ്ഞാലോ വാട്സാപ്പിൽ തെറി വിളിച്ചാലോ ഇവർ ഇക്കൂട്ടരിൽ നിന്ന് കൂടുതൽ അകലുകയേ ഉള്ളൂ. ഒപ്പം ഇവരെ സ്നേഹിക്കുന്ന ഹിന്ദുക്കൾ സംഘികളിൽ നിന്ന് അകലും. നോക്കൂ, യഥാർത്ഥത്തിൽ ഈ വിവാദത്തിൽ സംഘികൾക്ക് തിരിച്ചടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നു. 3, വിശാല ഹിന്ദു സമൂഹത്തിൻ്റെ അകൽച്ച. ഭൂരിഭാഗം ഹിന്ദു സമൂഹവും നിലനിൽക്കുന്നത് പല ഹിന്ദു സംഘടനകൾക്കും പല നവയുഗ വ്യാജ ഗുരുക്കന്മാരുടെ സ്വാധീനത്തിനും പുറത്താണ്. പൗരോഹിത്യത്തിൻ്റെ കീഴിൽ ഹിന്ദുക്കളെ അനാചാരങ്ങളിലേക്കും ഭയത്തിലേക്കും തള്ളിവിട്ട് മുതലെടുപ്പ് നടത്തുന്ന വ്യാജ ഗുരുക്കന്മാർ പറയുന്നതാണ് ഹിന്ദുത്വം എന്ന ശാഠ്യം വന്നാൽ വിശാലമായ ഹിന്ദു സമൂഹം അതിനെ തള്ളിപ്പറയുക തന്നെ ചെയ്യും. കാരണം അവർക്ക് പരിചയമില്ലാത്ത ഒരുതരം രാഷ്ട്രീയവും മതവിശ്വാസവും ആണിവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് RSSൻ്റെ സ്വഭാവം പോലുമല്ല. മതങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ സമാധാനമായി ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മേൽ വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു ഇടുങ്ങിയ ഹിന്ദുത്വത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ അത് വേണ്ടെന്നേ പറയൂ എന്നാണ് എൻ്റെ അനുമാനം. ഭയപ്പെടുത്തലിലൂടെയോ ആചാരങ്ങളിലൂടെയോ എന്തിനെ ഹിന്ദുവിൻ്റെ മതരൂപത്തിലൂടെയോ അല്ല, മറിച്ച് ഹൈന്ദവ സാംസ്കാരിക ദേശീയതയിലാണ് മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ടത് എന്നാണ് RSSൻ്റെ പ്രമാണം. അതുകൊണ്ട് തന്നെ നുണകളിൽ കെട്ടിപ്പടുത്ത ഈ വിവാദം ഒടുവിൽ ബാക്കി വയ്ക്കുന്നത് വികൃതമാകപ്പെട്ട കുറേ സാംസ്കാരിക മുഖങ്ങളെയും RSSൻ്റെ മേലുള്ള ഒരു വ്യാജ പ്രതീതി നിർമ്മാണത്തെയും മാത്രമായിരിക്കും. വ്യാജ ഗുരുക്കന്മാർ അവരുടെ ഉണർന്ന ഹൈന്ദവ ചൂഷണം തുടരുകയും ചെയ്യും. കൂടാതെ സംഘികൾക്കൊപ്പം ചേർന്ന് നിന്നാൽ ചെറിയ പിഴവിന് പോലും അവർ വെട്ടിക്കിളി ആക്രമണം നടത്തും എന്ന ധാരണയും ഭാവിയിൽ സംഘികളാകാൻ സാധ്യതയുള്ളവർക്ക് നൽകും. ഇതെല്ലാം RSS വിരുദ്ധമായ ചിലരുടെ നറേറ്റീവ് ബിൽഡിംഗ് ആണ് എന്നുള്ളതാണ് ഇതിലെ കോമഡി അല്ലെങ്കിൽ ട്രാജഡി. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ ഒരു പ്രസ്താവനയായി ഇതിനെ കാണേണ്ടി വരും. ഇത് മനസ്സിരുത്തി കേൾക്കുക. നവസംഘികൾ സംഘപരിവാറിനും ഹിന്ദു സമാജത്തിനും ഉണ്ടാക്കുന്ന ഡാമേജ് എത്രയാണെന്ന് തിരിച്ചറിയും. ഈ നന്ദഗോവിന്ദം ഭജൻ സംഘം ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. ഈ പെർത്തിൽ ഈ പരിപാടി കണ്ട എൻ്റെ ഒരു പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സുഹൃത്ത് എനിക്ക് അയച്ച ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക. ഷാജ, ഇന്ന് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പെർത്തിൽ ഒരിതുണ്ടായിരുന്നു, അത് കാണാൻ പോയി. അങ്ങേയറ്റത്തെ ധാരകന്റെ സിരസറിഞ്ഞൊരു ഘോരരൂപിണി അംബിക എന്നുള്ള സംഭവമാണ്. സാധാരണ മനുഷ്യർക്കൊന്നും മനസ്സിലാകത്തില്ല, പക്ഷെ എല്ലാ ആൾക്കാരും കൈയടിക്കുന്നൊക്കെ ഉണ്ട്.
എനിക്ക് തോന്നിയത് ഞാൻ പണ്ട് ഒരു 30 വർഷം മുമ്പ് പോട്ടയിൽ പോയപ്പോൾ പോട്ടയിലുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായത്. അത് അതിൻ്റെ സെയിം ഫീലിംഗ് ഇപ്പം ഇവിടെ ഉണ്ടാകുന്നത്. ഇത് മതമാണോ ജാതിയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിൽ പോലും അത് തന്നെയാണ്. ആ പോട്ടയിൽ ഒരു 30 വർഷം മുമ്പ് പോട്ടൊക്കെ ഉണ്ടായിരുന്ന 25 വർഷം മുമ്പ് പോട്ടൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ് ഇപ്പം ഇവർക്കും ഉള്ളത്. ഇതാണ് വാസ്തവം. ഏതാണ്ട് 30-40 വർഷം മുമ്പ് ക്രിസ്ത്യൻ സമൂഹത്തെ മാറ്റിമറിച്ച ഒരു കരസ്മാറ്റിക് മൂവ്മെൻ്റ് ഉണ്ട്. ഈ കരസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു ഹിന്ദു പതിപ്പാണ് വാസ്തവത്തിൽ നന്ദഗോവിന്ദ ഭജനം. ഇത് ഹിന്ദു സമൂഹത്തെ കൂടുതൽ വിശ്വാസത്തോട് അടുപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഹിന്ദു വിരുദ്ധർ ഇതിൽ കലി പൂണ്ടത്. ആ ഹിന്ദു വിരുദ്ധരുടെ കെണിയിലാണ് വാസ്തവത്തിൽ ഈ നവസംഖ്യകൾ വീണിരിക്കുന്നതും അവർ ഈ വെളിച്ചം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നതും.